കഴിവിനെയും നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. എന്നാൽ നമ്മുടെ കൂട്ടുകാർ വളരെ അനായാസമായി ഒരു ലേസർ പ്രിന്ററിന്റെ ടോണറിൽ വീണ്ടും മഷി നിറച്ച് അതെങ്ങനെ ഉപയോഗസജ്ജമാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമസ്കാരം, ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് സാംസങ് ലേസർ പ്രിന്ററിൽ മഷി നിറയ്ക്കുന്ന പ്രവർത്തനത്തെ കുറിച്ചാണ്. ടോണർ ഫിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളില്ല. സാംസങ് ലേസർ പ്രിന്റർ, ടോണർ, പേപ്പർ കോൺ, സ്ക്രൂ ഡ്രൈവേഴ്സ്. ഹെഡ് അഴിച്ചെടുക്കുന്ന രീതിയാണ്. ഈ ഹെഡിന്റെ ഒരു വശത്ത് ഒരു മെറ്റൽ പീസ് കാണും. ഈ ഭാഗമാണ് നമ്മൾ അഴിച്ചെടുക്കുന്നത്. ഈ രണ്ട് സ്ക്രൂകൾ നമ്മൾ അഴിച്ചെടുക്കുക. എന്നിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് മെല്ലെ അടർത്തിയെടുക്കുക. അങ്ങനെയാണ് ഈ വശം. ടോണർ ഫിൽ ചെയ്യുമ്പോൾ പൊടി പുറത്തേക്ക് പോകുന്നു. ടോണറിന്റെ 3/4 ഭാഗം വരെ ഉപയോഗിക്കും. ഇതിന്റെ ഈ ഡ്രമ്മിൽ നമ്മൾ സ്പർശിക്കരുത്. ഈ ഡ്രമ്മിൽ സ്പർശിക്കാൻ പാടില്ല. പിന്നെ കാർബൺ പൊടി ശ്വസിക്കാതിരിക്കാൻ ഒരു മാസ്ക് നമ്മൾ മുഖത്ത് കെട്ടേണ്ടതാണ്. ഒരു ഹെഡിൽ എത്ര കാർബൺ നിറയ്ക്കാം? ഏകദേശം 3/4 ഭാഗം വരെ. തീർച്ചയായും ഇത് നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് പ്രിന്ററിനുള്ളിലേക്ക് കയറ്റി വെക്കുക. ടോണർ നിറച്ചാൽ എത്ര കോപ്പികൾ എടുക്കാം? ഏകദേശം ഒരു 700 കോപ്പികൾ. 500 രൂപയോളം ചെലവ് വരുന്ന ഈ റീഫില്ലിംഗ് നമ്മൾ സ്വയം ചെയ്യുകയാണെങ്കിൽ 150 രൂപയേ ആകുള്ളൂ. മിടുക്കന്മാരായ നമ്മുടെ കൂട്ടുകാരുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഇനിയും ഇത്തരം വിഭവങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. ബൈ.